നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് മിഥുനം ലഗ്നക്കാര് നിർബന്ധമായി നിശ്ചയമായും ഈ പറയുന്ന ദേവിയും ദേവനെയും നിങ്ങൾ ഉപാസിക്കണം, നിത്യവും ഉപാസിക്കണം, പ്രാർത്ഥിക്കണം. ഇങ്ങനെ നിങ്ങൾ ചെയ്തു പോന്നാൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ കഷ്ടതക്കും ദുരിതങ്ങൾക്കും ശമനം ഉണ്ടാവും. നിങ്ങളുടെ ജീവിതത്തിൽ വച്ചടി ഉയർച്ച ഉണ്ടാവും, അഭിനയം ഉണ്ടാവും, എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ആരോഗ്യവും എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ കളിയാടിക്കൊണ്ടിരിക്കും, വിളയാടിക്കൊണ്ടിരിക്കും. നിസ്സംശയം പറയാം. അതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ജാതകത്തിൽ മിഥുനം ലഗ്നം, ആ മിഥുനം ലഗ്നം എങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ജാതകത്തിൽ ഒരു ചാർട്ട് ഉണ്ടാവുമല്ലോ. ആ ചാർട്ടിൽ ലാ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുണ്ടാവും, ഈ ചിത്രത്തിൽ കാണപ്പെടുന്ന പോലെ. ആ ലഗ്നത്തിൽ മിഥുന ലഗ്നം ഞാൻ ചോദിച്ചിട്ടുണ്ട്, അത് ഒന്നാം ഭാവമാണ്. അത് കഴിഞ്ഞ് രണ്ടാം ഭാവം, അങ്ങനെ 3, 4, 5. അഞ്ചാമത്തെ ഭാവം വരുന്നത് തുലാം രാശിയാണ്. ആ തുലാം രാശിയുടെ അധിപനെ നിത്യവും ഉപാസിക്കണം, പ്രാർത്ഥിക്കണം. അതിന് ആ രാശി അധിപന്റെ ഉപാസന മൂർത്തിയുണ്ട്. ആ ദേവതയും നിങ്ങൾ നിശ്ചയമായും പ്രാർത്ഥിക്കണം. അപ്പോൾ തുലാമാസത്തിന്റെ രാശിയുടെ അധിപൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശുക്രനാണ്. ശുക്ര ഗ്രഹമാണ് തുലാം രാശിയുടെ അധിപൻ. അപ്പം ശുക്രന്റെ ഗായത്രി മന്ത്രം ജപിക്കാം. അതുപോലെ ഗായത്രി സ്തുതികൾ ഇഷ്ടംമാരിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ജപിക്കാം. അപ്പോൾ ഈ പറയുന്ന ശുക്രദേവന്റെ അധിഷ്ഠാനമായി പറഞ്ഞ ഭജിക്കേണ്ട ദേവത എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ദേവിയാണ്. ലക്ഷ്മി ദേവിയെ ഉപാസിക്കുകയാണെങ്കിൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും അതോടൊപ്പം തന്നെ ശുക്രഗ്രഹത്തിൻ്റെ അനുഗ്രഹവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. ശുക്രഗ്രഹം നിങ്ങൾക്ക് അനിഷ്ട സ്ഥാനത്താണെങ്കിൽ ഈ പറയുന്ന രീതി നിങ്ങൾ അവലംബിച്ചാൽ, പിന്തുടർന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എല്ലാ അവസ്ഥകൾക്കും മാറ്റം ഉണ്ടാകും. ശുക്രദേവൻ്റെയും ലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകും. അപ്പോൾ ശുക്രദേവന്റെ ഈ സ്തോത്രം നിങ്ങൾ നിത്യം ജപിക്കണം. ഹിമകുന്ദ വൃണാലാഭം ദൈത്യാനാം പരമം ഗുരും സർവശാസ്ത്ര പ്രഭക്താരം ഭാർഗവം പ്രണമ്യാമ്യഹം. ഒന്നോട് പറയാം. ഹിമകുന്ദ മൃണാലാഭം ദൈത്യാനാം പരമം ഗുരും സർവശാസ്ത്ര പ്രഭക്താരം ഭാർഗവം പ്രണമ്യാമ്യഹം. ഈ സ്തുതി നിങ്ങൾ നിത്യവും ആരംഭത്തിൽ ജപിക്കണം. ആദ്യമേ ഗണപതി സ്തുതി ജപിക്കുക. അതിനുശേഷം ഈ ശുക്രദേവന്റെ ഗ്രഹത്തിന്റെ ഈ സ്തുതി ജപിച്ച ശേഷം ലക്ഷ്മി ദേവിയുടെ മഹാലക്ഷ്മി അഷ്ടകം ജപിക്കണം. ഇത് രചിച്ചതെന്ന് വെച്ചാൽ കുബേരനാണ്. നമ്മുടെ സമ്പത്തിൻ്റെയൊക്കെ അധിപതിയായ കുബേരനാണ് ലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്താൻ ജപിച്ച ഒരു സ്തോത്രമാണ് മഹാലക്ഷ്മി അഷ്ടകം. അത് ഭക്തിപൂർവം നിങ്ങൾ നിത്യവും ജപിക്കണം. അഷ്ടലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമാണ് ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അത് പൂർണ്ണമായും ലഭിക്കണമെങ്കിൽ നിങ്ങൾ നിത്യവും ഈ പറയുന്ന കാര്യം നിങ്ങൾ അവലംബിക്കണം. അതായത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ജ്യോതിഷ പണ്ഡിതനായ കേരളത്തിൽ അറിയപ്പെടുന്നതും നമ്മുടെ കേരള ദേവസ്വം ബോർഡിൻ്റെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് പഞ്ചാംഗ നിർമ്മിക്കുന്നതും അതുപോലെ തന്നെ കേരള ഗവൺമെൻറ്റിൻ്റെ കലണ്ടർ എല്ലാം തയ്യാറാക്കുന്നതും ഇദ്ദേഹമാണ്. പേര് ഡോക്ടർ കെ ബാലകൃഷ്ണ വാര്യരാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയി. എൻ്റെ അച്ഛനുമായിട്ടാണ് ഞാൻ പോയത്. അന്ന് അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് ഇപ്പോൾ നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത്. അതിൻ്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ ഏതൊരു മൂർത്തിയെയും ഉപാസിക്കുകയാണെങ്കിൽ അത് നിഷ്ഠാപൂർവം ഉപാസിക്കണം. ആ നിഷ്ഠയെക്കുറിച്ച് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പറയാൻ പോകുന്നത്. നമ്മൾ ഏത് ഉപാസനമൂർത്തിയെ ആരാധിച്ചാലും കുഴപ്പമില്ല, അത് നിത്യവും മുടങ്ങാതെ ജപിക്കണം. അതിന് ഞാൻ പറഞ്ഞു തരാം. ആദ്യമേ ഒരു നിലവിളക്ക് കൊളുത്തി, സുബ്രഹ്മണ്യ സ്വാമിയാണെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമി, അല്ലെങ്കിൽ ഗുരുവായൂരപ്പനാണെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ ചിത്രം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദേവരുടെ ചിത്രം വെച്ചിട്ട് അതിന് മുന്നിൽ നിലവിളക്ക് കൊളുത്തിയിട്ട് നിത്യവും ഒരു നിശ്ചിത സമയം, അതായത് വെളുപ്പിനെ 6 മണിക്കാണെങ്കിൽ നിത്യവും 6 മണിക്ക് തന്നെ ജപിച്ചു തുടങ്ങണം. മുടങ്ങരുത്, മാറ്റരുത്.
നിത്യവും ഈ സമയം തന്നെ നിങ്ങൾ ഉപാസനയ്ക്ക് തയ്യാറെടുക്കണം. 6 മണിയാണെങ്കിൽ ആ 6 മണി തന്നെ എല്ലാ ദിവസവും തയ്യാറെടുക്കണം. ഇങ്ങനെ നമ്മൾ ഉപാസിച്ചു പോകുന്നതിനാൽ നമ്മുടെ ശരീരത്തിൽ പറയാൻ പറ്റാത്ത ഒരു ശക്തി വിശേഷം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും. ആ വൈബ്രേഷൻ നമുക്ക് ഉണ്ടാവും. ആ വൈബ്രേഷനിലൂടെ നമുക്ക് അടിയന്തരമായ ശക്തി നമുക്ക് ലഭിക്കും. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മൾ നിത്യവും ചെയ്തു പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമായിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്തു പോകുന്ന നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം, ആ ആഗ്രഹം നിങ്ങൾക്ക് ഈ പ്രപഞ്ച ശക്തി, നിങ്ങളുടെ ഈശ്വരൻ, നിങ്ങൾക്ക് ഇഷ്ടദൈവം സാധിച്ചു തരും. നമുക്ക് നിത്യവും ഈ പറയുന്ന ഈ മഹാലക്ഷ്മി അഷ്ടകം നിങ്ങൾ ഭക്തിപൂർവം ലക്ഷ്മി ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് ജപിക്കണം. ഇങ്ങനെ ജപിച്ചു കഴിഞ്ഞാൽ മഹാലക്ഷ്മിയുടെ സ്വരൂപ അഷ്ടലക്ഷ്മിയുടെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ മഹാലക്ഷ്മിയുടെ ചിത്രം വെച്ചിട്ട് 6 മണിക്കാണെങ്കിൽ നിത്യവും 6 മണിക്ക് തന്നെ എല്ലാ ദിവസവും ജപം തുടങ്ങണം. ഇതൊരു സുരക്ഷിതമായ കാര്യമാണ്. അദ്ദേഹം പറഞ്ഞു ഇതിലൂടെ ചെയ്യുന്നതിലൂടെ നമുക്ക് അല്ലെങ്കിൽ നല്ലൊരു പോസിറ്റീവ് എനർജി നമുക്ക് എല്ലാ കാര്യത്തിലും വിജയിക്കാൻ സാധിക്കും. അദ്ദേഹം എന്നോട് നേരിട്ട് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ നിങ്ങളും ചെയ്യുക. ഇത് ഈശ്വരാനുഗ്രഹം കൊണ്ടാണ് എനിക്ക് നിങ്ങളോട് ഇത് പറയാൻ തോന്നിച്ചത്. നിങ്ങൾക്കും കേൾക്കാൻ സാധിച്ച ഈശ്വരാനുഗ്രഹത്താലാണ്. നിങ്ങൾ നിത്യം ചെയ്യണം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായി നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ സാധിക്കും. മഹാലക്ഷ്മി അഷ്ടകം ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഞാൻ ഈ വീഡിയോയിലൂടെ ഞാൻ പറയുകയാണ്, അത് നിത്യവും നിങ്ങൾ ജപിക്കണം. ഇതാണ് സ്തുതി. ആദ്യത്തെ ധനലക്ഷ്മിയുടെ കുറിച്ചാണ് സ്തുതിക്കുന്നത്. നമോസ്തുസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖുചക്ര ഗദാഹസ്തേ മഹാലക്ഷ്മി നമോസ്തുതേ. ധാന്യലക്ഷ്മി നമസ്തേ ഗരുഡാരൂഢേ കോലാസുര ഭയങ്കരി സർവപാപഹരേ ദേവി മഹാലക്ഷ്മി നമോസ്തുതേ. ധൈര്യലക്ഷ്മിയുടെയാണ്. സർവജ്ഞേ സർവവരദേ സർവദുഷ്ടഭയങ്കരി സർവദുഃഖഹരേ ദേവി മഹാലക്ഷ്മി നമോസ്തുതേ. ശൗര്യലക്ഷ്മി സിദ്ധിമുക്തിപ്രദേ ദേവി ഭക്തിമുക്തിപ്രദായിനി മന്ത്രമൂർത്തേ സദാ ദേവി മഹാലക്ഷ്മി നമോസ്തുതേ. വിദ്യാലക്ഷ്മി ആദ്യന്തരഹിതേ ദേവി ആദിശക്തി മഹേശ്വരി യോഗജ്ഞേ യോഗ സംഭൂതേ മഹാലക്ഷ്മി നമോസ്തുതേ. കീർത്തിലക്ഷ്മി സ്ഥൂല സൂക്ഷ്മ മഹാരൗദ്രേ മഹാശക്തി മഹോദരേ മഹാപാപഹരേ ദേവി മഹാലക്ഷ്മി നമോസ്തുതേ. വിജയലക്ഷ്മി പദ്മാസനസ്ഥിതേ ദേവി പരബ്രഹ്മസ്വരൂപിണി പരമേശി ജഗന്മാതാ മഹാലക്ഷ്മി നമോസ്തുതേ. രാജലക്ഷ്മി ശ്വേതാംബരധരേ ദേവി നാനാലങ്കാരഭൂഷിതേ ജഗസ്ഥിതേ ജഗന്മാതാ മഹാലക്ഷ്മി നമോസ്തുതേ. ഇതാണ് മഹാലക്ഷ്മി അഷ്ടകം. ഇത് നിത്യവും അമ്മയെ മനസ്സിൽ ധ്യാനിച്ച്, മഹാലക്ഷ്മി അമ്മയെ മനസ്സിൽ ധ്യാനിച്ച് ഭക്തിപൂർവ്വം നിഷ്കളങ്കമായ ഭക്തിയോടെ നിങ്ങൾ ജപിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകും എന്നൊരു കാര്യത്തിൽ ഒരു സംശയം വേണ്ട. പൂർണ്ണമായും വിശ്വാസം നിങ്ങൾ ചെയ്യുക. ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ ഉന്നതി ഉണ്ടാവും. എല്ലാവർക്കും ശുക്രദേവന്റെയും മഹാലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.